ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് +1 ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് ഇത് ആരോമാറ്റിസിറ്റി. ചെറിയ ടോപ്പിക്കാണെങ്കിലും അതേപടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക് ഏത് ആരോമാറ്റിസിറ്റി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്, നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്, ആൻറ്റി ആരോമാറ്റിക് കോമ്പൗണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻറ്റ് റൂളുണ്ട്, ഹക്കൽസ് റൂൾ. അപ്പോൾ ഈ ഹക്കൽസ് റൂളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്ക് ആരോമാറ്റിസിറ്റിയാണ്. കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മുടെ +1 കുട്ടികൾക്ക് ഇതത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. പക്ഷേ +2 ഹയർ ക്ലാസ്സുകളിലും ചെല്ലുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത് ആരോമാറ്റിസിറ്റി. അപ്പോൾ എന്താ ഈ ആരോമാറ്റിസിറ്റി? നമ്മൾ കെമിസ്ട്രിയിൽ +1 കുട്ടികൾ കേൾക്കുന്ന പുതിയൊരു ടേമാണ് ആരോമാറ്റിസിറ്റി. ഓക്കെ, അപ്പോൾ എന്താ ഈ ആരോമാറ്റിസിറ്റി? സാധാരണ നമ്മൾ ഈ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു മോളിക്കൂളുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ ബെൻസീൻ. അപ്പം ഹോഫ്മാൻ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് പണ്ട് ഈ ബെൻസീനും ബെൻസിൻ്റെ ഡെറിവേറ്റീവ്സും, അതായത് ബെൻസിനെ പോലെ തന്നെ ഇരിക്കുന്ന ചില മോളിക്യൂൾസിൻ്റെ, അതായത് ഈ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താ, അവർക്ക് സ്മെല്ലുണ്ട് അല്ലെങ്കിൽ ഓർഡറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓർഡറുള്ള ബെൻസിൻ്റെയും ബെൻസിനെ പോലുള്ള ചില മോളിക്യൂൾസിൻ്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഏത് കൺസെപ്റ്റ്? നമ്മുടെ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്, ആരോമാറ്റിസിറ്റിയിലെ ആരോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാണ്. അതായത് ഈ ആരോമാറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം യൂഷ്വലി നല്ല സ്മെല്ലുള്ള മോളിക്യൂളാണ്. നമ്മുടെ ബെൻസീൻ ആയിക്കോട്ടെ, ബെൻസീൻ നല്ല സ്മെല്ലുള്ളൊരു മോളിക്യൂളാണ്. പക്ഷേ ഒത്തിരി ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, കാർസിനോജനിക്കാവും. അപ്പോൾ എന്താ ആരോമാറ്റിസിറ്റി എന്ന് നോക്കിയാലോ. ഓക്കെ, aromaticity is defined as a property of the conjugated cycloalkene which enhance the stability of a molecule due to the delocalization of electron present in the pi orbital. അതായത് ഈ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് ആരാ, എങ്ങനെയുള്ള മോളിക്യൂളാ? സൈക്ലോ ആൽക്കീൻസ് ആണ്. അതായത് റിംഗ് സ്ട്രക്ചറുള്ള ആൽക്കീൻ ആയിരിക്കണം, സൈക്ലോ ആൽക്കീൻ ആയിരിക്കണം. അങ്ങനെ എല്ലാ സൈക്ലോ ആൽക്കീനും കാണിക്കില്ല, പക്ഷേ എന്ത് വേണം, കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം. എന്താ ഈ കോഞ്ചുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂളാണ് ഇത് കോഞ്ചുഗേറ്റഡ് മോളിക്യൂൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഏത്, നമ്മുടെ ആരോമാറ്റിസിറ്റി. ഒന്നുകൂടെ നോക്കിക്കേ, ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി കോഞ്ചുഗേറ്റഡ് സൈക്ലോ ആൽക്കീൻ. കോഞ്ചുഗേറ്റഡ് സൈക്ലോ ആൽക്കീൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിച്ച് എൻഹാൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് സ്റ്റെബിലിറ്റി സാധാരണയെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും, ഡ്യൂ ടു ദി ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി പൈ ഓർബിറ്റൽ. അപ്പോൾ നമുക്കറിയാം ഈ കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അല്ലേ. അപ്പോൾ ഈ ബോണ്ടുകളിൽ പൈ ഇലക്ട്രോൺസ് ഇല്ലേ, ഈ പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ മൂലം ആ മോളിക്യൂൾസിന് എന്ത് ചെയ്യുക, ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരെന്ത്, നമ്മുടെ ആരോമാറ്റിസിറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കോഞ്ചുഗേറ്റഡ് സൈക്ലോ ആൽക്കീൻസ് മോളിക്യൂൾസ് ആയിരിക്കും ഇത് കാണിക്കുക. എന്ത്, ഇതൊരു പ്രോപ്പർട്ടിയാണ്. അത് ആ മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റിയെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുക. എങ്ങനെ? ഡ്യൂ ടു ദി ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ കാരണം ആ മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ആര്, ഇതാരാ മോളിക്യൂൾ, നമ്മുടെ ബെൻസീന അല്ലേ. ഓക്കെ, ഇത് ബെൻസീൻ മോളിക്യൂളാണ്.
ഇതേത് മോളിക്കൂളാ? ഈ മോളിക്കൂള് നമ്മുടെ സൈക്ലോഹെക്സെയിൻ ആണ്. ഓക്കെ, ഈ മോളിക്കൂൾ ഏതാ? നമ്മുടെ സൈക്ലോപെൻറ്റാഡൈൻ മോളിക്കൂളാണ്. സൈക്ലോപെൻറ്റാഡൈൻ. അപ്പം ഞാൻ കുറേ മോളിക്കൂൾസ് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം റിങ്ങുള്ള മോളിക്കൂളാണ് അല്ലെങ്കിൽ സൈക്ലിക് മോളിക്കൂളാണ്. പക്ഷേ ഇവരെല്ലാവരും ആരോമാറ്റിക് ആയിരിക്കുമോ? അപ്പം നമ്മൾ ആ ഡെഫിനേഷൻ പറഞ്ഞ പോലെ തന്നെ എന്താ, ആ കോമ്പൗണ്ടിൽ എന്തുണ്ടായിരിക്കണം? കോൺജുഗേറ്റഡ് ബോണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ സൈക്ലോ ആൽക്കെയിൻ അതിൻ്റെ അകത്ത് വരുമോ? ഇല്ലല്ലോ, കാരണം ഇതിൻ്റെ അകത്ത് എന്തില്ല? ഡബിൾ ബോണ്ട് ഇല്ല. അപ്പം ഇതെന്തല്ല? ആരോമാറ്റിക് അല്ല. ഓക്കെ, ഇനി നോക്കിക്കുക, നമ്മുടെ ബെൻസീനും ഉണ്ട് സൈക്ലോപെൻറ്റാഡൈനും ഉണ്ട്. ഇവരിൽ രണ്ട് പേരിലും എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ആരോമാറ്റിക് ആണോ? എന്നാലല്ല. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വരണം. ഇവിടെ നോക്കിക്കേ, ഈ കോമ്പൗണ്ടിൽ പ്രോപ്പറായിട്ടുള്ള കോൺജുഗേഷൻ നടക്കുന്നില്ല. കാരണം ആ പൈ ഇലക്ട്രോൺ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓറിയൻറ്റ് ചെയ്ത് പോകണം. അതായത് നമ്മൾ ബെൻസീനെ നോക്കുവാണെങ്കിൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇതിങ്ങോട്ട് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. അതേ സമയത്ത് സൈക്ലോപെൻറ്റാഡൈനിൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇതിനിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ആ ഒരു റൊട്ടേഷൻ എന്താവുന്നില്ല? കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിൻ്റെ അകത്ത് ഫുള്ളി എന്താവുന്നില്ല? ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വരുന്നില്ല. ഓക്കെ, അപ്പം ഇതും എന്തല്ല? ആരോമാറ്റിക് അല്ല. അപ്പം ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ് ആര്? നമ്മുടെ ബെൻസീൻ. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, ആരോമാറ്റിക് മോളിക്യൂൾസ് ആർ സെഡ് ടു ബി വെരി സ്റ്റേബിൾ. അപ്പോൾ സാധാരണ റിംഗ് കോമ്പൗണ്ട്സിനേക്കാളും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ആർക്കുണ്ട്? ഈ പറഞ്ഞ ആരോമാറ്റിക് മോളിക്യൂൾസ് ഉണ്ട്. ദേ ഡു നോട്ട് ബ്രേക്ക് സോ ഈസിലി ആൻഡ് ഓൾസോ റിയാക്ട് വിത്ത് അതർ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. ഇവർ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈസിലി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും? വേറെ മോളിക്യൂൾസുമായിട്ടൊക്കെ കയറി റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർ കാണിക്കാറുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആർക്കുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനുണ്ട്. ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ നോട്ട് സെഡ് ടു ബി ആരോമാറ്റിക് ആർ നോൺ ആസ് ആലിഫാറ്റിക് കോമ്പൗണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് വരച്ച സൈക്ലോഹെക്സെയിൻ ഇല്ലേ? അതായത് അകത്ത് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലാതെ വരച്ച സൈക്ലോഹെക്സെയിൻ. ഈ സൈക്ലോഹെക്സെയിൻ എന്തല്ല? ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, പക്ഷേ എന്തല്ല? ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ല. കാരണം എന്തുകൊണ്ടായിരുന്നു? ഡബിൾ ബോണ്ട് ഇല്ല. അപ്പം അങ്ങനെയുള്ള മോളിക്യൂൾസ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ നോട്ട് ആരോമാറ്റിക് അല്ലാത്ത ഇതുപോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാ എന്ത്? ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. നമ്മുടെ സൈക്ലോഹെക്സെയിൻ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ കാണിക്കാം. നമ്മൾ നേരത്തെ വരച്ചതാ സൈക്ലോഹെക്സെയിൻ, സൈക്ലോപ്രോപ്പെയിൻ, സൈക്ലോബ്യൂട്ടെയിൻ. ഇതെല്ലാം സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ ഇവരെല്ലാം എന്താ? ആലിഫാറ്റിക് കോമ്പൗണ്ട്സാണ്. ഇവർ ആരോമാറ്റിക് അല്ല. ഇനി ദീസ് മൈറ്റ് ബി ഇൻ ദ സൈക്ലിക് ഫോം ബട്ട് ഓൺലി ദ ആരോമാറ്റിക് റിങ്സ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി. അപ്പോൾ സാധാരണ ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന് ഈ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ആരാ? ആ പൈ ഇലക്ട്രോൺസാണ്. ഓക്കെ, അപ്പം നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് സ്മെല്ലുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു സ്മെല്ലുള്ള കോമ്പൗണ്ട്സാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്. അവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട് ഈ പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ കാരണം. ഇവരെന്ത് ചെയ്തില്ല? പെട്ടെന്ന് തന്നെ ബോണ്ട് ബ്രേക്ക് ഒന്നും ചെയ്യില്ല. അതേപോലെ ഇവർ മറ്റ് സബ്സ്റ്റൻസുകളായിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഏതൊക്കെ മോളിക്കൂൾ, നമുക്കിപ്പം കുറേ മോളിക്കൂൾ തന്നെന്ന് വിചാരിച്ചു. ഇതിൽ ഏതൊക്കെ മോളിക്കൂളാണ് ആരോമാറ്റിക്, ഏതൊക്കെ മോളിക്കൂൾ ആരോമാറ്റിക് അല്ല എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എന്തെങ്കിലും ഒരു റൂൾ അതിന് വേണ്ടി വേണ്ടേ? അതിനു വേണ്ടി, അതായത് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അതോ ആരോമാറ്റിക് അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹക്കൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു റൂള് പ്രപ്പോസ് ചെയ്തു. ആ റൂളാണ് ഇത്,
ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് എന്ത് പറയും, ഹക്കൽസ് റൂൾ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. അപ്പോൾ ഈ റൂളിൽ 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മോളിക്യൂൾസ് എല്ലാം എന്തായിരിക്കും, അരോമാറ്റിക് ആയിരിക്കും. അപ്പോൾ ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് പറയുന്നത് എന്താ, ഇറ്റ് മസ്റ്റ് ബി സൈക്ലിക്. നമുക്ക് തരുന്ന ആ മോളിക്യൂള് സൈക്ലിക് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, എവറി ആറ്റം ഇൻ ദ റിംഗ് മസ്റ്റ് ബി കോഞ്ചുഗേറ്റഡ്. അതായത് ആ സൈക്ലിക് കോമ്പൗണ്ടിൽ എന്തുണ്ടായിരിക്കണം, കോഞ്ചുഗേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ എന്ത് ചെയ്യാം, വരാം. ഓക്കെ. അടുത്ത റൂള്, ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് 4n+2 പൈ ഇലക്ട്രോൺ. ഈ ഡബിൾ ബോണ്ട് വരുമ്പോൾ പൈ ഇലക്ട്രോൺസ് ആണെന്ന് അറിയാമല്ലോ. അപ്പം നമ്മുടെ മോളിക്യൂളിൽ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, 4n+2 ഇത്രയും പൈ ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം എന്നിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ അകത്ത് എത്ര പൈ ഇലക്ട്രോൺ വരും, 4 + 4 × 1 + 2 എത്ര വരും, 6 പൈ ഇലക്ട്രോൺസ് ആണേ. ഇനി എന്നിൻ്റെ വാല്യൂ 0 വന്നാലോ, 4 × 0 + 2 എത്രയാ, 2 പൈ ഇലക്ട്രോൺ. ഇനി എന്നിൻ്റെ വാല്യൂ 2 വന്നാലോ, 4 × 2 + 2 എത്രയായി, 10 പൈ ഇലക്ട്രോൺസ്. അപ്പം ജനറലി 2, 6, 10, 14 എക്സെട്ര ഈ നമ്പർ പൈ ഇലക്ട്രോൺസ് ആ മോളിക്യൂളിലുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും, ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കൊരു മോളിക്യൂൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോളിക്യൂൾ സൈക്ലിക് ആണോ നോക്കണം, അത് കോഞ്ചുഗേഷൻ ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കണം, 4n+2 പൈ ഇലക്ട്രോൺ ആ എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് അത്രയും എണ്ണം പൈ ഇലക്ട്രോൺസ് ആ മോളിക്യൂളിൽ ഉണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് റൂള്, ദ മോളിക്യൂൾ മസ്റ്റ് ബി ഫ്ലാറ്റ് ഓർ പ്ലാനാർ. ആ മോളിക്യൂൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലാനാർ ആയിരിക്കണം, അതായത് ഒരു പ്ലെയിനിൽ കിടക്കാൻ കഴിവുള്ള മോളിക്യൂൾ ആയിരിക്കണം. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഒരു മോളിക്യൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും, ആരോമാറ്റിക് ആയിരിക്കും. ക്ലിയർ ആണോ? നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മോളിക്യൂൾ നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ബെൻസീനാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബെൻസീൻ മോളിക്യൂൾ. അപ്പോൾ ഈ മോളിക്യൂൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ മോളിക്യൂൾ എന്താ, സൈക്ലിക് അല്ലേ, സൈക്ലിക്കാണ്. ഈ മോളിക്യൂൾ ഒരു പ്ലെയിനിലല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡ് ഞാനൊരു പ്ലെയിനായിട്ട് കൺസിഡർ ചെയ്താൽ ആ പ്ലെയിനിലല്ലേ നമ്മുടെ മോളിക്യൂൾ കിടക്കുക. അപ്പോൾ ഇതെന്തായി, പ്ലാനാറാണ്. പിന്നെന്താ, കോഞ്ചുഗേറ്റഡാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തുണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ സാധനം എന്തുകൊണ്ട്, കോഞ്ചുഗേറ്റഡ് ആണ്. ഇനി നമുക്കെന്താ, എത്ര പൈ ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാലോ. ഓക്കെ. ബെൻസീനിൽ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്, ഈ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ, 4, 6. അപ്പം മൊത്തം 6 ഇലക്ട്രോൺസ് ഇല്ലേ. നമ്മുടെ റൂൾ അനുസരിച്ച് എന്താ, 4n+2. എന്നിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, 1 ഇട്ട് കൊടുത്താൽ മൊത്തം എത്രയുണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 6 ഇലക്ട്രോൺസ് നമ്മുടെ മോളിക്യൂളിലില്ലേ, പൈ ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 4n+2 റൂളും എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ബെൻസീൻ എന്താ, ആരോമാറ്റിക്. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ബെൻസീൻ മോളിക്യൂൾ എന്താണ്, ആരോമാറ്റിക്. ഓക്കെ. ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്ക് അടുത്ത മോളിക്യൂൾ നോക്കിയാലോ. അടുത്ത മോളിക്യൂൾ ഈ മോളിക്യൂൾ ഏതാ, സൈക്ലോപെന്റാഡൈഈനൈൽ ആനിയോൺ. ഓക്കെ.
സൈക്ലോ പെൻറ്റാ ഡൈഈനൈൽ ആനയോൺ. ഓക്കെ, ഈ മോളിക്യൂളിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സൈക്ലിക് അല്ലേ നമ്മുടെ മോളിക്യൂള്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, സൈക്ലിക് ആണ്. ഓക്കെ, ഈ മോളിക്യൂൾ പ്ലെയിനിലല്ലേ കിടക്കുന്നത്, അപ്പം പ്ലാനാർ അല്ലേ? പ്ലാനാറാണ്. ഇനി പൈ ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്താലോ? നോക്കിക്കേ, ഈ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു 2 ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണേയും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പം മൊത്തം എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് നമ്മൾ 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്നിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 ഇലക്ട്രോൺ കിട്ടും. അത്രയും നമ്മുടെ മോളിക്യൂളിലുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ഇനി ഈ മോളിക്യൂൾ കോഞ്ചുഗേഷൻ കാണിക്കുന്നുണ്ടോ നോക്കിയാലോ? അതായത് ഈ മോളിക്യൂളിലെ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസേഷൻ ഉണ്ടോ നോക്കിയാലോ? ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ ഡീലോക്കലൈസേഷൻ ചെയ്യാൻ പോവാ. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ കോർണറിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആണേ, ഇനി എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് കോർണറിലോട്ട് വന്നു. ഇല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണ് ഈ മോളിക്യൂൾ എന്ത് കോഞ്ചുഗേറ്റഡ് ആണെന്ന് പറയുന്നത്. ആ പൈ ഇലക്ട്രോൺ പ്രോപ്പറായിട്ട് ഡീലോക്കലൈസ് ചെയ്യണം. അപ്പം നമ്മുടെ ലാസ്റ്റ് റൂൾ ഏതാ? കോഞ്ചുഗേറ്റഡ് ആണ്. ഈ റൂളും എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോളിക്യൂൾ എന്താ? ആരോമാറ്റിക് ആണ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്ക് അടുത്ത മോളിക്യൂൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാഫ്തലീൻ മോളിക്യൂൾ. നോക്കി, ബോണ്ടൊക്കെ നമുക്കൊന്ന് ഇടാം. ഓക്കെ, ഇതാ നമ്മുടെ നാഫ്തലീൻ. നോക്കിക്കേ, ഇതെന്തൊക്കെയുണ്ട്? സൈക്ലിക് അല്ലേ, പ്ലാനാർ അല്ലേ, പ്ലെയിനിലല്ലേ കിടക്കുന്നത്. അപ്പം മോളിക്യൂൾ എന്താണ്? സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്. കോഞ്ചുഗേഷൻ ഇല്ലേ, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അല്ലേ ഇതിൽ കിടക്കുന്നത്. അപ്പം മോളിക്യൂൾ എന്താണ്? കോഞ്ചുഗേറ്റഡ് ആണ്. ഇനി നമ്മുടെ റൂള് 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാലോ? എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 8, 10 ഇലക്ട്രോൺ. അപ്പം നമ്മൾ റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ എന്തുണ്ട്? 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 4n+2 റൂളിലെ എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? 2 ഇട്ട് കൊടുത്താൽ 4 × 2 8 + 2 10 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യത്തില്ലേ? അപ്പം നമ്മുടെ കോമ്പൗണ്ട് എന്താ? ആരോമാറ്റിക്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത മോളിക്യൂൾ നോക്കിയാലോ? അപ്പം നമുക്ക് നമ്മുടെ അടുത്ത മോളിക്യൂൾ ഒന്ന് നോക്കിയാലോ? അടുത്ത മോളിക്യൂള് സൈക്ലോഹെപ്റ്റാ ട്രൈഈനൈൽ കാറ്റൺ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ബോണ്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കിയാലോ? ഓക്കെ, 1, 2, 3 കാറ്റോണാണ് ഒരു പോസിറ്റീവ് ചാർജ്. ഇനി നോക്കിക്കേ, കോമ്പൗണ്ട് എന്താണ്? സൈക്ലിക് ആണ്. പ്ലാനാർ അല്ലേ നമ്മുടെ മോളിക്യൂള്? പ്ലാനാറാണ്. കോഞ്ചുഗേറ്റഡ് അല്ലേ? ആണോ? ഈ മോളിക്യൂൾ കോഞ്ചുഗേറ്റഡ് ആണോ? കാരണം ഡീലോക്കലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ വരും.
അതായത് ഈ ഷിഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 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 നമ്മുടെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ വരും. നമ്മൾ ഈ ഒരു ഷിഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോളിക്കൂള്? കോൺജുഗേറ്റഡ് ആണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള പൈ ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്താലോ? 2, 4, 6. അപ്പം എന്തുണ്ട്? 6 പൈ ഇലക്ട്രോൺസും ഉണ്ട്. അതായത് 4n+2 റോളും ഒബേ ചെയ്യുന്നില്ലേ? അപ്പം ഈ കോമ്പൗണ്ട് എന്താണ്? ആരോമാറ്റിക് ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ ഒരു മോളിക്കൂൾ ചെയ്തപ്പോഴത്തേക്കിനാ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത മോളിക്കൂളാണ് ഇത്. ഇത് ഏത് മോളിക്കൂളാണ് ഇത്? 3 ബെൻസീൻ റിങ്സ് ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കാം. ഇതിൻ്റെ പേരാണ് എന്ത്? ആന്ത്രസീൻ. ആന്ത്രസീൻ. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചാലോ? ഇതാണ് നമ്മുടെ ആന്ത്രസീൻ മോളിക്കൂൾ. ഓക്കെ, നോക്കിക്കേ. ഈ മോളിക്കൂളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മോളിക്കൂൾ സൈക്ലിക് അല്ലേ? പ്ലാനാറാണ്. കോൺജുഗേറ്റഡ് അല്ലേ? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഈ മോളിക്കൂളിനകത്ത് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കി. 2, 4, 6, 8, 10, 12, 14. അതായത് നമ്മുടെ 4n+2-ലെ എന്നിൻ്റെ വാല്യൂ നമ്മൾ 3 ഇട്ട് കൊടുക്കുക. 3 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? n = 3 ആണെങ്കിൽ 4 × 3 + 2 എത്രയും 14 പൈ ഇലക്ട്രോൺസ്. 14 പൈ ഇലക്ട്രോൺ നമ്മുടെ മോളിക്കൂളിലും ഇല്ലേ? അപ്പം അതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്താണ്? ആരോമാറ്റിക്. ഓക്കെ. ഇനി അടുത്ത മോളിക്കൂളാണ് ഇത്. ഈ മോളിക്കൂളിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഈ മോളിക്കൂളിൻ്റെ പേരാണ് പൈറോൾ. ഓക്കെ. അപ്പം ഈ പൈറോളും ആരോമാറ്റിക് ആണോ നോക്കിയാലോ? പൈറോൾ. ഓക്കെ. മോളിക്കൂൾ എന്താണ്? സൈക്ലിക് ആണ്. പിന്നെന്താ? പ്ലാനാർ അല്ലേ? ഇത് കോൺജുഗേറ്റഡ് ആണോ? ശരിക്കും ഈ നൈട്രജനിൽ ആരിരിപ്പുണ്ട്? 2 ലോൺ പെയർ ഇരിപ്പുണ്ട്. ഈ ലോൺ പെയർ ഡീലോക്കലൈസ് ചെയ്യും. എങ്ങനെ? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഈ കോർണറിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഏതാ? ഓക്കെ. ഇവിടെ ബോണ്ട് വരും, ഇവിടെ ബോണ്ട് വരും, ഇവിടെ എന്ത് വരും? ഇലക്ട്രോൺ വരും. ഡീലോക്കലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ലേ? അപ്പോൾ ഈ മോളിക്കൂൾ എന്താ? കോൺജുഗേറ്റഡും ആണ്. ഓക്കെ, കോൺജുഗേറ്റഡ് ആണ്. ഇനി ഇതിൻ്റെ അകത്തെ പൈ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പം 2, 4 നൈട്രജനെയും കൂടെ കൂട്ടുമ്പോഴത്തേക്കിന് മൊത്തം എത്രയായി? 6 പൈ ഇലക്ട്രോൺസും ആയി. അപ്പോൾ 4n+2 റൂളും എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോളിക്കൂൾ എന്താ? ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക് ആണ്. ആര്? നമ്മുടെ പൈറോൾ. ഇതിനകത്ത് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്ത് നോക്കിയാലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആൻറ്റി ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. നമ്മൾ ഹക്കൽസ് റൂളിൽ 4 കണ്ടീഷൻ പറയും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തൊക്കെ? സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ പൈ ഇലക്ട്രോണിൻ്റെ ക്ലൗഡ്. നമ്മുടെ മോളിക്കൂളിൽ 4n പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ആ മോളിക്കൂൾസ് എന്തായിരിക്കും? ആൻറ്റി ആരോമാറ്റിക് ആയിരിക്കും. ക്ലിയർ ആണോ? ആദ്യത്തെ 3 കണ്ടീഷൻ അതുപോലെ, പക്ഷേ എത്ര പൈ ഇലക്ട്രോണേ പാടുള്ളൂ? 4 പൈ ഇലക്ട്രോൺസേ ഉള്ളെങ്കിൽ അവരെന്താണ്? ആൻറ്റി ആരോമാറ്റിക്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, സൈക്ലോബ്യൂട്ടാഡൈനും സൈക്ലോപെൻറ്റാഡൈനൈൽ കാറ്റയോൺ. ഇവർ രണ്ടുപേരെ ഒന്ന് നോക്കിക്കേ. 2 മോളിക്യൂൾസ് എന്താണ്? സൈക്ലിക് ആണ്.
അല്ലേ? പ്ലാനാറാണ്. കോഞ്ചുഗേറ്റഡും അല്ലേ? റൊട്ടേഷൻ പൈ ഇലക്ട്രോൺസിൻ്റെ റൊട്ടേഷൻ എന്താ? പോസിബിളാണ്. ഓക്കെ, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ നടന്നു കഴിയുമ്പോൾ എന്താ സ്ട്രക്ചർ കിട്ടുക നമുക്ക്? ഇവിടെ ആ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, കാരണം ഇവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് ഇല്ലേ? ലോക്കലൈസേഷൻ നടക്കുന്നില്ലേ? ആ കോഞ്ചുഗേറ്റഡ് വേണം. പക്ഷെ ഒന്ന് നോക്കിക്കേ, ഇവിടെ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? 2, 4 അല്ലേ? 4 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. അതേസമയത്ത് ഇവിടെയോ? അവിടെയും 4 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ? 4 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പം ഇത് 4n റൂള് ഒബേ ചെയ്യുന്നില്ലേ? 4n, അതായത് എന്നിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ എത്ര പൈ ഇലക്ട്രോൺ? 4 പൈ ഇലക്ട്രോൺ. അപ്പം ഈ 2 മോളിക്യൂളും എന്തിന് എക്സാമ്പിളാണ്? ആൻറ്റി ആരോമാറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നോൺ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 റൂൾസ്, അതിൽ സൈക്ലിക്, പ്ലാനാർ, കോഞ്ചുഗേറ്റഡ്, ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മുടെ മോളിക്യൂൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പം സൈക്ലിക് അല്ലെ പ്ലാനാർ അല്ലെ കോഞ്ചുഗേറ്റഡ്, ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ മോളിക്യൂൾ എന്തായി? നോൺ ആരോമാറ്റിക്കായി. ഓക്കെ ആലോ? അതിന് എക്സാമ്പിളാണ് നമ്മൾ കോട്ട് എന്ന് വിളിക്കുന്ന ഒരു മോളിക്യൂളുണ്ട്. അതായത് ഈ മോളിക്യൂളിൻ്റെ പേരാണ് സൈക്ലോ ഒക്ട ടെട്രായീൻ മോളിക്യൂൾ. ഇതിൻ്റെ പേരെന്താ? സൈക്ലോ ഒക്ട ടെട്രായീൻ. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താ? സൈക്ലിക്കാണ്. ഓക്കെ, കോഞ്ചുഗേറ്റഡാണ്, കാരണം ഈ ബോൺസിന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. ഇതിങ്ങോട്ട് പോവാം, ഇതിങ്ങോട്ട് പോവാം, ഇതിങ്ങോട്ട് പോവാം, ഇതിങ്ങോട്ട് പോവാം. അപ്പോൾ ഈ മോളിക്യൂൾ എന്തൊക്കെയാണ്? സൈക്ലിക്കാണ്, കോഞ്ചുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 4 ബോണ്ട് ഉണ്ട്. അപ്പം 8 പൈ ഇലക്ട്രോൺ ഉണ്ട്. 8 പൈ ഇലക്ട്രോൺ. അതായത് ഏത് റൂളാണ് ഫോളോ ചെയ്യുന്നത്? 4n റൂള്. അവിടെ എന്നിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് 8 പൈ ഇലക്ട്രോൺ കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻസ് ആയണം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മോളിക്യൂൾ എന്താണ്? പ്ലാനാറായിട്ട് തോന്നും. പക്ഷേ റിയാലിറ്റിയിൽ ഈ മോളിക്യൂൾ എന്തല്ല? പ്ലാനാർ അല്ല. ഈ മോളിക്യൂൾ ഒരു ബോട്ട് സ്ട്രക്ചറാണ്. നമുക്കറിയാം ബോട്ട് എന്ന് പറഞ്ഞ സാധനം ഒരു പ്ലെയിനിലല്ല ഇരിക്കുന്നത്. അപ്പം ബോട്ട് സ്ട്രക്ചറാണ് ആർക്ക്? ഈ പറഞ്ഞ മോളിക്യൂൾ. അതുകൊണ്ട് ഈ മോളിക്യൂൾ എന്താ? നോൺ പ്ലാനാറാണ്. അതായത് ഇതിൻ്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരും. 1, 2, 3, 4. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ബോട്ട് സ്ട്രക്ചർ. അപ്പോൾ ഇത് പ്ലാനാർ അല്ല. അപ്പം ബാക്കി 3 കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്ലാനാരിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഈ മോളിക്യൂൾ എന്താ? നോൺ അരോമാറ്റിക്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പം ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആയിരിക്കും, കോഞ്ചുഗേറ്റഡ് ആയിരിക്കും, 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇനി അവരെന്താ? പ്ലാനാറുമാണ്. പക്ഷേ ആൻറ്റി ആരോമാറ്റിക് സൈക്ലിക് ആണ്, കോഞ്ചുഗേറ്റഡ് ആണ്. പക്ഷെ അവരിൽ 4n പൈ ഇലക്ട്രോൺസേ കാണുള്ളൂ. അവരും എന്താണ്? പ്ലാനാർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ്. ഇനി അടുത്തതാണ് നോൺ അരോമാറ്റിക്. അപ്പം എവറിത്തിങ് എൽസ്, അതായത് ഫെയിൽസ് എനി വൺ ഓഫ് ദി 4 ക്രൈറ്റീരിയ, അതായത് സൈക്ലിക്, പ്ലാനാർ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ്, ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ അതെന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ 4n പൈ ഇലക്ട്രോൺ. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആരോമാറ്റിസിറ്റിയെക്കുറിച്ചാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ്, അതിൻ്റെ ടൈപ്സ് എങ്ങനെയൊക്കെയാണ്, ആരോമാറ്റിക് കോമ്പൗണ്ട്, ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്, നോൺ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ +1 പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് മതി.
പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് മോളിക്കൂൾ തരും, പക്ഷെ നമ്മളിത് ആരോമാറ്റിക് ആണോ, ആൻറ്റി ആരോമാറ്റിക് ആണോ, നോൺ ആരോമാറ്റിക് ആണോ എന്ന് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആരോമാറ്റിസിറ്റിയെക്കുറിച്ച്. അപ്പം കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് നമുക്ക് മോളിക്യൂൾസ് തരും. ആ മോളിക്യൂൾസ് വന്നിട്ട് ഇത് ആരോമാറ്റിക് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഡെഫിനറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാക്കൽസ് റൂള്. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണില്ല, അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഹാക്കൽ റൂൾ. അപ്പം ഇത് എല്ലാവരും നല്ലതായിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു.